ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തിന്? നമ്മുടെ നാഗത്തറയിലുണ്ടായിരുന്ന പൂജാരിയില്ലേ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനത്തെയൊക്കെ കഴിക്കാറുണ്ടെന്ന്. ഇതിനൊരു പ്രശ്നവുമില്ല, മോള് കഴിച്ചോ. എനിക്ക് വേണ്ട. അയ്യോ, അങ്ങനെ പറയില്ലേ. ഈറനണിഞ്ഞ് ഒരുപാട് നേരം നിക്കണ്ട കുട്ടി. നാഗത്തറ വലം വെച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പൂജാമുറിയിലേക്ക് നമുക്ക് പോവാം. മോളെ, ആ തിരി കത്തിക്ക്. നാഗദൈവങ്ങൾക്ക് 100 പാലും അർപ്പിക്കേ. മോളെ, കളരിക്കൽ കുടുംബത്തിനു വേണ്ടി വലിയൊരു കടമയാണ് നീ എടുക്കുന്നത്. നാഗദൈവങ്ങളുടെ അനുഗ്രഹത്തോടെ അത് പൂർത്തിയാക്കാൻ നിനക്ക് സാധിക്കട്ടെ. എത്ര ബുദ്ധിമുട്ടുള്ളതായാലും എത്രയൊക്കെ മാർഗതടസ്സം വന്നാലും മുത്തശ്ശി ആഗ്രഹിക്കുന്നത് പോലെ ഈ വ്രതവും പൂജകളും ഒക്കെ ഞാൻ പൂർത്തിയാക്കിയിരിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. സുമിത്രേ, പോവാം, നടക്ക്. ഞാൻ കരുതിയത് പൂജ തുടങ്ങുമ്പോ തന്നെ നാഗം പ്രത്യക്ഷമാകുമെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ 41 ദിവസം കാത്തിരിക്കേണ്ടായിരുന്നു. ഇത്രയും നാള് നീ കാത്തിരുന്നില്ലടി മോളെ. കുറച്ചുനാള് കൂടി അവൾക്ക് ആയുസുണ്ടെന്ന് കൂട്ടിക്കോ. അത് കഴിയുമ്പോ ഇളകി വരേണ്ട നാഗം ഇളകി വന്നോളൂ. നീ വാ.
വ്രതം മുടക്കാൻ ചിക്കൻ സൂപ്പ് ബെസ്റ്റ് അല്ലേ? കൊടുത്ത അവള് കുടിക്കുമോ അമ്മേ? ആ ഞാൻ കുടിപ്പിക്കും. ഈ വ്രതം മുടക്കാൻ പറ്റിയില്ലെങ്കില് നമ്മൾ പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്തിനാടി? ഉം. ദൈവങ്ങളെ, വലിയൊരു ആപത്തിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്ന ഒരു കുടുംബത്തിന്റെ നിലവിളി എന്റെ കാതുകളിലുണ്ട്. എല്ലാവരെയും സ്നേഹിക്കാൻ അറിയുന്ന ഈ കളരിക്കൽ കുടുംബത്തിലെ എല്ലാവർക്കും ഐശ്വര്യം കൊടുക്കണേ. ഗാതമോളെ, ഞാൻ കീർത്തിയോട് പറയായിരുന്നു, ഇത്രയും ചെറിയ പ്രായത്തില് ഇങ്ങനൊരു കഠിന വ്രതത്തിന് ഗാതമോളല്ലാതെ വേറെ ആരും തയ്യാറാവില്ലെന്ന്. വേറൊരു കുടുംബത്തിൽ നിന്ന് വന്നു കയറിയ കുട്ടിയാണെങ്കിലും ഈ കുടുംബത്തിനോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. ദേ നിൽക്കുന്നു ഒരുത്തി, ഞാൻ പറഞ്ഞാ പോലും ഇങ്ങനൊരു കാര്യത്തിന് ഇവള് തയ്യാറാവൂല. അയ്യോ, രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഈറനോടെ നാഗത്തറയിൽ പോയി ഇരിക്കാന്നൊക്കെ പറഞ്ഞാല് ഓഹോ, ഓർക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ദേഹം മുഴുവൻ തണുത്ത് വരച്ചിരിക്കല്ലേ. മോളിതും കൊണ്ട് കുടിച്ചേ. ഇതെന്താ? ഇത് മഷ്റൂം സൂപ്പാ. കുടിച്ചു കഴിഞ്ഞാ പിന്നെ ശരീരത്തിന് നല്ല ഉണർവൊക്കെ കിട്ടും. എനിക്ക് ഇതൊന്നും കഴിക്കാൻ പാടില്ല. കാലത്ത് ഇളനീര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ചുമ്മാ പൂജാരിമാര് പറയുന്നതല്ലേ. ഈ പൂജയുടെ ഗൗരവമൊക്കെ കൂട്ടാൻ വേണ്ടി അവരിങ്ങനെ ഓരോ നിബന്ധനയൊക്കെ വെക്കും. നീ ഒന്നും മിണ്ടാതിരുന്നേ. ദേ, പൂജാരിമാരങ്ങനെ വെറുതെ ഒന്നും പറയില്ല. ഗാതമോളെ, ഈ സൂപ്പ് സാധാരണ ഇത്തരം പൂജകൾ ചെയ്യുന്ന എല്ലാ ആളുകളും കഴിക്കാറുള്ളതാ. എന്തിന്, നമ്മുടെ നാഗത്തറയിലുണ്ടായിരുന്ന പൂജാരിയില്ലേ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനത്തെയൊക്കെ കഴിക്കാറുണ്ടെന്ന്. ദേ, ഇതിനൊരു പ്രശ്നവുമില്ല, മോള് കഴിച്ചോ. എനിക്ക് വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. എന്തായാലും പൂജയില് നിന്റെ കൂടെ ഞങ്ങൾക്കൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ പറ്റുന്ന സഹായം ഞങ്ങളൊക്കെ ചെയ്തു തരണ്ടേ. ദേ, ആചാരങ്ങൾക്ക് ഓരോ കോട്ടവും തട്ടാതെ ഉണ്ടാക്കിയതാ ഞാനിത്. മോള് കുടിക്കേ.